ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്ക് നാട്ടിൽ വന്നിട്ട് അങ്ങനെ പോകുന്നു. നല്ല സുഖം തന്നെ. ഇന്നിപ്പോൾ ഒരു നോർമൽ വ്ളോഗാണ്. ഇന്ന് ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ദിവസത്തെ വ്ളോഗാണ്. പിന്നെ ആടുന്നും കുറച്ച് വിശേഷങ്ങളെല്ലാം കുറച്ച് വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ആക്കാം. പിന്നെ ഇല്ലേ, ഇതിപ്പോൾ ലാസ്റ്റത്തെ ചക്കയില്ലേ, നമ്മളെ വീട്ടിൽ ചക്ക കുറച്ച് നേരത്തെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു ജൂൺ ഈ ഒരു ടൈമെല്ലാം ആകുമ്പോഴത്തേക്കില്ലേ, മഴ തുടങ്ങാനുള്ള സമയമാകുമ്പോഴത്തേക്കെല്ലാം തീരും. അങ്ങനെ ലാസ്റ്റ് ഒരു 1-2 എണ്ണം നമുക്ക് വേണ്ടിയിട്ട് ഉമ്മ മരത്തിൻ്റെ മേലെ നിന്ന് പറിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പറിച്ചാൽ പിന്നെ പഴുത്തിട്ട് പോകില്ലേ, അങ്ങനെ നമ്മൾ വന്നേരം പറിച്ചിട്ട് പിന്നെ അത് പഴുത്ത്. എന്നെപ്പോലെ തന്നെ ഇന്നൂരും ആലൂനും ഇല്ലേ, ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത ചക്കൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ ആലു പറയും എനിക്ക് വേണമെന്ന് പറയുക. പക്ഷേ എനിക്കിഷ്ടം എൻ്റെ പേർക്ക് ഈ ഒരു ചക്കയാണ്. ഇത് നമ്മൾ വേഗം ഉണ്ടാവും, ഒരു 2-3 വർഷം കൊണ്ട് ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ട് കുഴിച്ചിട്ടേനെ. പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള, ഭയങ്കര തേന് പോലെ മധുരമുള്ളൊരു ചക്കയാണ്. ഇതിന് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ അയൽവാസിക്കും കുടുംബക്കാർക്കും എല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുണ്ടായി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അതിന്ന് ലാസ്റ്റ് ഉള്ളതാണ്. എനിക്ക് ഇതാണ് ഇഷ്ടം. പക്ഷേങ്കിൽ ഇവർക്ക് രണ്ടാക്കും ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, ഉമ്മ പറയും നിങ്ങൾ ഇപ്പം വന്നുകൊണ്ട് ഇതെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇതും കൂടി ഉണ്ടാവില്ലേനു എന്ന് പറയും. ലാസ്റ്റ് പീസായിരുന്നു. ചക്ക തിന്നുമ്പോൾ അതിൻ്റെ കുരുവളി നമ്മൾ സേവ് ചെയ്യും. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്തു കളയൂല. പിന്നെ കറി ഉണ്ടാക്കണ്ടേ. ഇതന്നെ ചിലത് മുളച്ച് പുറത്തേക്ക് വന്നു. ഇതാ നീ തിന്ന, പക്ഷെ മരവും ഇത് വയറ്റുന്ന മരവും. സാരില്ല. ആലുമില്ലേ, എന്താ പറയുക, ഈ ചക്ക, മാങ്ങ, ചോറ് അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഐറ്റംസിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ചക്കയെല്ലാം തിന്ന് പിന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഒന്നുണ്ടേനെ. ലാസ്റ്റ് 2 എണ്ണം പഴുപ്പിക്കാണ്ട് വെച്ചേനും. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് ഇക്കാൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട്, ഇതൊരു ടാസ്ക്കാണ്. പോകുമ്പോൾ ഒരു 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പോകൽ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ എൻ്റെ റൂമിലാണെങ്കിൽ ഞാനിങ്ങനെ കൊടുക്കാൻ വെച്ച ഡ്രസ്സ് ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് വേണ്ടാണ്ടെന്ന്, അതെല്ലാം ഇങ്ങനെ ആടെല്ലാം വെച്ചിട്ടുണ്ടേനു. ഈ ഒരു ടോപ്പെല്ലാം ഞാൻ ആദ്യം കാണിച്ച ടോപ്പ് വെറും ഒരു ആഡ് ഷൂട്ടിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ അബായും ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം, ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം എൻ്റെ അടുത്തുള്ളത്. പിന്നെ കുറച്ചധികം യൂസ് ചെയ്തതും ഉണ്ട്, മോശമാവാത്ത. ഈ ഒരു ട്രോളിയിലുണ്ട് കേട്ടോ. ഈ ട്രോളിയിലുള്ള ട്രോളി കാണിക്കുന്ന ഞാനില്ലേ, നമ്മൾ പുതിയ വാങ്ങിയതേനു. ഇപ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിയതാണ്. ഭയങ്കര റേറ്റ് ഉള്ളതൊന്നുമല്ല, അതുപോലെ തന്നെ പെട്ടെന്ന് പോയി. എന്നാ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് വേണ്ട ഒരൊറ്റ യൂസിന് തന്നെ ഇങ്ങനെ ഡാമേജ് എല്ലാം വന്നു പോയി. പക്ഷേ ഇതിനെന്തോ ഗ്യാരണ്ടിയോ വാറണ്ടിയോ എന്തോ ഉണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അത് അവരോട് ക്ലെയിം ആവുമോ എന്ന് ചോദിച്ചു നോക്കണം. എന്താ പറയുക, മൊത്തം മോശമായിപ്പോയി. ഫസ്റ്റ് തന്നെ ഒറ്റ യൂസിൽ ഇങ്ങനെ ആയിപ്പോയി നമുക്ക് ഭയങ്കര സങ്കടമാവില്ലേ. 2-3 സ്ഥലത്ത് ഡാമേജ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനം വാങ്ങിയോണ്ടായിപ്പോയോ എന്നെല്ലാം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറേ വർഷം യൂസ് ആക്കുന്ന നമ്മൾ കുറച്ച് നല്ല റേറ്റിനുള്ള ട്രോളിയെല്ലാം വാങ്ങിയാൽ. പക്ഷേ ഒരു സമാധാനം ഉണ്ട്, അങ്ങനെ എന്തോ ഉണ്ട് സംഭവം. എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഗ്യാരണ്ടിയാന്ന് തോന്നുന്നുള്ളേ, അറിയില്ല. പോയിട്ട് ചോദിച്ചു നോക്കണേന്ന് തിരിച്ചു പോയിട്ട്. പിന്നെ ഈ ഒരു ചെറിയ ബാഗിൽ തന്നെ മതി നമുക്ക് ഒരു 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സ്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് എടുക്കണം, വീട്ടിൽ നിന്ന് ഇടുന്നത് എടുക്കണം, അതെല്ലാം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്യണം. പിന്നെ ഇതിൽ കൊള്ളുന്നില്ലേനു, പിന്നെ അത് മതി എന്ന് വിചാരിച്ച് വൈകുന്നേരം പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ മഗ്രിബ് വാങ്ങി കൊടുക്കാനായി നിസ്കരിച്ചിട്ടെല്ലാം പോകാമെന്ന് വിചാരിച്ച് ഒരു 10-15 മിനിറ്റ് പോകാനേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഓർമ്മിച്ചെടുത്ത് പോലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് കറിവേപ്പില, എൻ്റെ വീട്ടിൽ കുറേ കറിവേപ്പില ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കറിവേപ്പിലയെല്ലാം പറിച്ച് വെച്ച് തരും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകലാം. ഇവർ രണ്ടാളില്ലേ, ഇന്നും ആലുമില്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടിനും മനസ്സുണ്ടാവില്ല. ഇവർക്ക് നിന്നിടത്ത് തന്നെ നിൽക്കാനാണ് ഇഷ്ടം. എവിടെയോ പോയിന് ആടാ അങ്ങനെ നിൽക്കാനാണ് ഇവർക്കിഷ്ടം. അങ്ങനെ രാത്രി നമ്മളിവിടെ എത്തി. പിന്നെ ഞാൻ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്.
പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയായി. ഇന്നില്ലേ ഞാൻ രാവിലെ മുതലേ ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിനെ. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിന്. എണീച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മിക്സിലാക്കി വെച്ചിട്ടുണ്ടേനെ നമ്മൾ റൊട്ടി വാട്ടണ്ടെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ. നമ്മളെ നാട്ടിൽ റൊട്ടി എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും തോന്നി. സ്ലൈസ്ഡ് ബ്രെഡിന് നമ്മൾ റൊട്ടി എന്ന് പറയും. അതിപ്പോൾ ഇനിയിപ്പോൾ കറിയിട്ട് ഇങ്ങനെ കാരണമൊന്നുമില്ല, അങ്ങനെയാണെന്ന് പറയില്ല. അതുകൊണ്ട് നമ്മളിതിന് റൊട്ടി വാട്ടിയെന്നാണ് പറയുക. അപ്പോൾ ഇല്ലേ, ഇതും മുട്ട പുഴുങ്ങിയതും സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ. പക്ഷെങ്കിൽ ഇതങ്ങനെ ഉണ്ടാക്കും. എല്ലാവരും തിന്നുമെന്ന് ചോദിച്ചാൽ അങ്ങനെ 1-2 ആയിട്ട് എല്ലാവരും തിന്നുമായിരിക്കും. ഞാനൊരിക്കലും തിന്നാത്ത സാധനമാണ്. ഇത് ഇഷ്ടമല്ല. എന്നാന്നറിയില്ല, ഞാൻ ഒരിക്കൽ പോലും വെറുതെ തിന്നോക്കൽ തന്നെ ഇല്ല. ഇതെന്നെ എരിവിലുണ്ടാക്കും, എനിക്ക് ഒന്നും ഇഷ്ടമില്ല. പിന്നെ അങ്ങനെ പക്ഷേ ഇതുണ്ടാക്കും. എൻ്റെ ഉമ്മയാണെങ്കിലും പറയും തിന്നാലോ എന്നെല്ലാം പറയും. ഉമ്മ നിർബന്ധിക്കും തിന്നാൻ. പക്ഷെ കുട്ടികളെ കൊണ്ടും അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ തിന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ ഉമ്മാക്ക് ഇതൊന്നും ആക്കിയിട്ടില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഒന്നിക്ക് ഉമ്മ ആക്കി വെക്കും, അല്ലെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ മിക്സെല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയെല്ലാം ചെയ്യും കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങിയിട്ടും വെച്ചിനു. അതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. മുളകെല്ലാം ഇട്ടിട്ട് പിന്നെ ഇല്ലേ, കുറേ പേര് ചോദിക്കുന്നുണ്ടേനു എന്തായി ഡ്രസ്സ് സെൻഡ് ചെയ്തോ. പിന്നെ ഞാൻ ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞത് പെരുന്നാളിനേക്ക് തരുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടേനു. എനിക്ക് പെരുന്നാളിന് മുന്നേ അയക്കണമെന്നുണ്ടേനു, പക്ഷെ പറ്റിയിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ അത് കൊറിയർ ഓഫീസിൽ പോയിട്ട് കൊറിയർ ചെയ്യാനുള്ള കുറച്ച് കവേഴ്സ് മേടിക്കണം. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടേനു ആ വീഡിയോക്ക്. അതിൽ നിന്ന് കുറച്ചാൾ സെലക്ട് ചെയ്യണം. പിന്നെ മെയിലും ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയധികം മെസ്സേജ് ഒന്നും വരുമെന്ന് വിചാരിച്ചിട്ടില്ലേനു. ഈ യൂസ്ഡ് ഡ്രസ്സാണ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ. പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കൂലേ യൂസ്ഡ് ഡ്രസ്സൊന്നും. ഇപ്പം എല്ലാവർക്കും കുറേ ഡ്രസ്സെല്ലാം ഉണ്ട്, ഡ്രസ്സിനൊന്നും ആയിരിക്കും ഈ ഒരു കാലത്ത് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കൂലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡ്രസ്സിന് വേണ്ടിയും ഡ്രസ്സ് അങ്ങനെ കൂടുതൽ വാങ്ങാൻ പറ്റാത്തവരെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടേനു, ഡ്രസ്സെല്ലാം വാങ്ങാൻ പറ്റുന്നവർ ആരും കമൻറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടേനു. കാര്യം അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന്. അങ്ങനെ കുറേ പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടേനു കേട്ടോ, അർഹത ഉള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന്. പക്ഷേ ആവശ്യമുള്ളവർ തന്നെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. 1500ഓളം മെസ്സേജ് ഉണ്ട്. പക്ഷേ എൻ്റെ ആകെ 10-20 ഡ്രസ്സേ ഉള്ളൂ. ഇതിപ്പോൾ ആർക്കാ കൊടുക്കാൻ നമുക്ക് തന്നെ കൺഫ്യൂഷനുള്ള. ഇനി നിങ്ങളാരും കമൻറ്റൊന്നും ചെയ്യണ്ട, ഞാൻ അതിൽ നിന്ന് കുറച്ചാളെ സെലക്ട് ചെയ്തോളാം. പിന്നെ മെയിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അത്രയും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 3 ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ അയക്കും. അത് ആർക്കാണ് അയച്ചതെന്നൊന്നും ഞാൻ അടുത്ത വീഡിയോയിലൊന്നും പറയുകയൊന്നും ചെയ്യില്ല. ഞാൻ എന്തായാലും അയക്കും 1-2 ദിവസം കൊണ്ട്. പക്ഷെ ആർക്കാണ് അയച്ചതെന്നും പറയൂല, ആരെയാണ് സെലക്ട് ചെയ്തതെന്നൊന്നും പറയില്ല. കാര്യം ഞാൻ യൂസ്ഡ് ഡ്രസ്സാണ് കൊടുക്കുന്നത് അവരെ പ്രൈവസിക്ക് വേണ്ടി. പിന്നെ ഞാൻ എല്ലാ ഡ്രസ്സും കാണിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. സാധാരണ ഗിവ് അവേ പോലെയൊന്നുമല്ലല്ലോ, പുതിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതെന്നല്ലല്ലോ. പക്ഷേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഡ്രസ്സെല്ലാം തന്നെയാണ്. അപ്പോൾ നിങ്ങളാരും ഇനി കമൻറ്റ് ആക്കണ്ട. കുറേ പേര് ഇട്ടിട്ടുണ്ട്. അതിലാർക്കെങ്കിലും ഒരാൾക്ക് എല്ലാവർക്കെങ്കിലും കുറച്ചാൾക്ക് സെൻഡ് ചെയ്യാൻ കേട്ടോ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനിയും ഞാൻ ഇതേപോലെ ചെയ്യുക, ഗിവ് അവേ വെക്കുക, എല്ലാം ചെയ്യാം കേട്ടോ. നമ്മൾ ക്യാഷ് ഗിവ് അവേ എല്ലാം വെക്കലില്ലേ, അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ എനിക്കൊരു സന്തോഷം. കാര്യങ്ങൾ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ. കുറച്ച് ദിവസം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കുന്നതല്ലേ. അങ്ങനെ അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടേനു കേട്ടോ. ഒരു പുഡിങ് ആക്കണേനു. കാര്യം പെരുന്നാളിൻ്റെ ഒരു പുഡിങ് റെസിപ്പി എനിക്ക് ഷെയർ ആക്കണമെന്നുണ്ടേനു. അങ്ങനെ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡും പിന്നെ പാലും കസ്റ്റർഡ് പൗഡറെല്ലാം വെച്ചിട്ടുള്ളൊരു പുഡിങ് ഞാൻ ഷെയർ ആക്കിയിട്ടില്ലേ. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാനിതിൽ കംപ്ലീറ്റ് റെസിപ്പി ഇപ്പം കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ റെസിപ്പി ഇടാം, കാണാത്തവർ കണ്ടോട്ടാ. പിന്നെ വീഡിയോൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ട് കണ്ടവരുണ്ടെങ്കിലോ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെയർ ആക്കിനേനു. പിന്നെ ഞാൻ എന്താ പറയുക, രാവിലത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ചായ കുടിച്ചുമ്പാടാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ അത് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിയുമ്പം അത് സെറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം കാണിക്കണ്ടേ. പിന്നെ ഉമ്മ അപ്പോഴത്തേക്ക് ഉച്ചക്കേക്കുള്ള സാധനം എല്ലാം ഈ സ്റ്റൗമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ആക്കുന്നു. പിന്നെ ഉച്ചക്കേക്കുള്ള ചോറെല്ലാം ആക്കുന്നതിന് മുന്നേ ഇതുണ്ടാക്കി കഴിയാമല്ലോ അത് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താ പറയുക, ഉമ്മയെല്ലാം സൈഡിൽ തന്നെ ഉണ്ടാവും. ഞാൻ വീഡിയോയിൽ ഉമ്മാനൊന്നും അങ്ങനെ കാണിക്കലില്ലല്ലോ. അത് പിന്നെ എന്താ പറയുക, ഉമ്മ അടുത്ത് തന്നെ ഉണ്ടാവും.
ഞാൻ കാണിക്കായിട്ട് തന്നെയാണ്. എന്നാ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങനെ ഷെയർ ആക്കുന്നതല്ലേ. അങ്ങനെ ഇന്ന് രാവിലത്തെ ഫുഡ് ബിരിയാണിയേനു. ഇന്നലെ രാത്രിക്ക് ബിരിയാണി വെച്ചിനേനു നമ്മളെല്ലാം വന്നുകൊണ്ട്. അതുതന്നെ നമ്മൾ രാവിലെ തിന്ന്. രാവിലെ പിന്നെ അത് ബാക്കിയുള്ളതുകൊണ്ട് കാര്യമായിട്ടൊന്നും ആക്കിയിട്ടില്ല. നമ്മൾ വന്നാൽ എന്തായാലും ഒരു പ്രാവശ്യം ബിരിയാണിയെല്ലാം ഉണ്ടാക്കുവേ. അതുതന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ചക്കയില്ലേ, ചക്ക നമ്മൾ കാച്ചെന്ന് പറഞ്ഞാൽ ചക്ക താളിച്ചുണ്ടാക്കും. അതാ അതിന് വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഒരു അമ്മായി ഉണ്ട് നാട്ടിലുള്ള. അപ്പോൾ അമ്മായിയും ഉമ്മയും കൂടി ചക്കയെല്ലാം കട്ട് ചെയ്തിനേനു ഞാൻ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത്. അവരായിരുന്നു ചക്ക മുറിച്ചിടലേനു. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യലേനെ. അപ്പോൾ അവർ ചക്കയെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് എന്നിട്ട് ഇതാ വേവിക്കാൻ വേണ്ടി ഇടലാണ്. ഇത് പിന്നെ വേവിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത് മാത്രം ഇട്ടിട്ട് വേവിക്കും. ചിലരിൽ തേങ്ങ അരച്ചൊഴിക്കൂലേ, തേങ്ങയും ജീരകമെല്ലാം ഇട്ടിട്ട് അരച്ചൊഴിക്കൂലേ. പക്ഷെ ഉമ്മ അരച്ചൊഴിക്കാണ്ടാണ് ഉണ്ടാക്കൽ, വെറുതെ വെച്ചുടക്കൽ. ഇങ്ങനെയും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ ചക്കനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും വലിയ ഇഷ്ടമില്ല, പക്ഷേ കുറച്ച് തിന്നുവേ. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ താളിക്കും, അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണയും കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് താളിക്കും. ഇത് പല ടൈപ്പിൽ ഉണ്ടാക്കുമല്ലോ. ഈ വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട്, ഈ വറവെല്ലാം പോലെ ഉണ്ടാക്കുമല്ലേ, ഈ തോരനെല്ലാം പോലെ ചക്ക ഉണ്ടാക്കിയിട്ട് തിന്നുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പിലും ഉണ്ടാക്കും. കുറച്ച് കോരിയിട്ട് ഇട്ടിടുക, ബാക്കിയുള്ള നെയ്യ് എടുക്കാനല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ നല്ല ചൂടുള്ള കഞ്ഞി വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഉമ്മ നിസ്കരിക്കാനെല്ലാം പോയി. ഞാനും ഇക്കയും ഇന്നും മാലും എല്ലാം കൂടി കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ വെളുത്തുള്ളി കൊണ്ട് അച്ചാറെല്ലാം പോലെ തിന്നാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടേനു. അതിൻ്റെ റെസിപ്പി ഞാൻ നോക്കിയിട്ടില്ല, കാര്യം ഞാൻ ഷൂട്ട് ചെയ്ത പുഡിങ്ങിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യലേനു. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് തിന്നാൻ. പിന്നെ കുട്ടികൾ ഈ ചക്ക ഉണ്ടാക്കിയതൊന്നും തിന്നൂല, അവർക്ക് പഴുത്ത ചക്ക മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. എന്നാലും ഞാനൊരു പ്ലേറ്റിൽ എക്സ്ട്രാ ഇട്ടാണ്, പക്ഷെ അവർ തിന്നിട്ടില്ലേ. ഇത് നല്ല രസമല്ലേ ഉച്ചയ്ക്ക് ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ. പിന്നെ ഞാനില്ലേ ഇപ്രാവശ്യം വന്നിട്ട് ഇക്കാൻ്റെ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ നിന്നിട്ടുള്ളേ. പിന്നെ എന്തെല്ലോ കുറച്ച് തിരക്കും നമുക്ക് തന്നെ എവിടെയല്ലോ പോകാനുണ്ടായിട്ടും അങ്ങനെ നിൽക്കാൻ വരാൻ കുറച്ച് ലേറ്റായി പോയിന്. പിന്നെ നമ്മൾ പെരുന്നാളിന് മുന്നേ 2-3 ദിവസം അങ്ങനെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഈ വീഡിയോ ഞാൻ പെരുന്നാളിന് മുന്നേ ഷൂട്ട് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ഈദ് വ്ളോഗെല്ലാം ഞാൻ ഷെയർ ആക്കാം. പിന്നെ നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ തലേ ദിവസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കഞ്ഞിയും ചക്കയും എല്ലാം. പിന്നെ ഇപ്പാണെങ്കിൽ മഴ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ചൂടില്ലല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കുമല്ലേ. പിന്നീട് ഇതാ 2 കളർ കോഴിയുണ്ട്, കുട്ടികളുണ്ട്. ഇത് ഇക്കാൻ്റെ മൂത്ത ബ്രദർ നാട്ടിലാന്ന് പറയില്ലേ ഞാൻ. അപ്പോൾ ഓരോ മോന് വാങ്ങിയിട്ട് വെച്ചതാണ്. നമ്മൾ ഒമാനിന്ന് വരുമ്പേ വിചാരിച്ചിന് ഞാൻ ഈ കളർ കോഴിനെ എവിടെയെങ്കിലും ഇങ്ങനെ വിൽക്കാൻ വരുന്നുണ്ടെങ്കിൽ കണ്ടാൽ വാങ്ങണമെന്ന്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് എന്തായാലും ഉണ്ടായാൽ മതി. എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇക്കാക്കില്ലേ ഈ കോഴി എന്ന് പറഞ്ഞ സാധനത്തിനെ കണ്ടുകൂടാ. എന്നിട്ട് ഞാൻ എന്നോട് വരുമ്പേ പറഞ്ഞതിന് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം വന്നേരം വാങ്ങി തന്നിട്ടില്ല, ഇപ്രാവശ്യം വാങ്ങാൻ പറയരുതെന്ന്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ട എന്തായാലും വാങ്ങുമെന്ന് പറഞ്ഞിട്ടേനു നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടേനു, അതുകൊണ്ട് അങ്ങനെ വാങ്ങേണ്ട വന്നിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങുക. ഇത് ഇക്കാക്കാൻ്റെ വീടാണ്, എന്താ പറയുക, ഇക്കാൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീടാണ്. അത് നേരെ ഓപ്പോസിറ്റാണ്, ഉമ്മാൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ കുറേ ഇതുണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എൻ്റെ വീട്ടിലില്ല കേട്ടോ, പക്ഷേ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ ഉണ്ടാവുമല്ലോ, നല്ല മധുരവും ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചു കൊടുക്കലേനെ. മേലുണ്ട്, കുറേ ഉണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഹൈറ്റില്ല, അങ്ങനെ വലിയ പറിക്കാനുള്ള കൊക്കയും ഇല്ല. കൊക്കാന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എന്നാ വേറെ പേര് പറയുന്നറിയില്ല. വലിയ കൊക്ക വേണ്ട ഇത് പറിക്കാൻ. അതില്ലാത്തതുകൊണ്ട് താഴത്തെല്ലാം പറിച്ചെന്നാലും കുറേ കിട്ടീനെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ നടക്കാനിറങ്ങും. അതിൻ്റെ നേരെ ഇപ്പുറം തന്നെയാണ് നമുക്ക് എടുക്കുന്ന വീടും. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പുട്ടിയിടൂലേ, അതാട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഉള്ളിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വിൻഡോവും ഡോറും ഒന്നും ചെയ്തിട്ടില്ല.
ഇതിപ്പോൾ കാർ പോർച്ചില്ലേ അത് നമ്മൾ സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് വാർക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. ഒരു വീടെടുത്ത് പൂർത്തിയാവാൻ എത്ര പണികളല്ലേ. എന്താ പറയുക, ഇതൊന്നും ഇപ്പൊന്നും കാലം തീരുന്നു തോന്നുന്നില്ല, അത്രയും പണികളുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ കൂടാനാണോ പോകുന്നതെന്ന്. വീട്ടിൽ കൂടാൻ പോയിട്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നില്ല ഇപ്പോൾ ഒന്നും ആവുമെന്ന്. 1 വർഷമെല്ലാം കഴിഞ്ഞാൽ ചിലപ്പോൾ ആവുമായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പം അങ്ങനെയെല്ലാം തന്നെ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ വൈകുന്നേരം കുറേ സമയം ഉണ്ടാവും നമുക്ക്. നാട്ടിലെല്ലാം വന്നാലാണ് വെറുതെ ഇരിക്കാനും ഒരുമിച്ചിരുന്ന് ഫോൺ നോക്കാനും അല്ലെങ്കിൽ വർത്താനം പറയാനും എല്ലാം സമയം കിട്ടാം. രാത്രി ചായക്ക് നമ്മൾ പരിപ്പ് വടയും പിന്നെ ദിൽഖുഷ് ബന്നില്ലേ അതെല്ലേനു കേട്ടോ. മഴ സമയത്ത് ഇങ്ങനെ ഇറയത്ത് വന്നിരുന്നിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ചായ അടിക്കാനുള്ള ഭയങ്കര രസമല്ലേ. നമ്മളങ്ങനെ കുറേ സമയം കിട്ടും നമുക്ക് നാട്ടിൽ വന്നാൽ. അത് തന്നെയാണ് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവും. മാഷാ അല്ലാ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പണിയും തിരക്കും, ഞാനും ബിസി ആയിരിക്കും, ഇക്കയും ബിസി ആയിരിക്കും, അങ്ങനെയെല്ലാം തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ ദിവസം. കാര്യമായിട്ട് എന്താ പറയുക, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ്. ഉച്ചയ്ക്ക് ചോറ് തിന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ നടക്കും. അതൊരു രസമല്ലേ. അധികം തിരക്കൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കാൻ സമയം കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമല്ലേ. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പുഡിംഗ് റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കിക്കോ കേട്ടോ. അപ്പോൾ ബൈ. ആദ്യം ബ്രെഡ് മലായി പുഡിങ്ങാണ്. ഇലക്കായിട്ട് ഞാൻ 8 പീസ് സ്ലൈസ്ഡ് ബ്രെഡ് എടുത്തിനെ. ഒരു ട്രേയിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് 8 പീസ് എടുത്തത്. നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ പീസസും കൂട്ടണേ. ഒരു ബ്രെഡിന് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിനെ. ഞാൻ ട്രയാങ്കിൾ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. സ്ക്വയർ ആയിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ വലിയൊരു പാനിൽ ആദ്യം ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇടുക. ഇതേപോലെ കുറച്ച് അധികം വേണേ. ബട്ടർ മാത്രമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ടറിന് പകരം നെയ്യില്ലേ, ഗീ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഓയിലും ബട്ടറും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് കുറച്ചധികം ഇതേപോലെ വേണം, അങ്ങനെയുള്ളൂ. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കൂട്ടിയെടുക്കേണ്ട കാര്യം, ഓയിലും ബട്ടറും കൂട്ടിയെടുക്കും തോറും അത് മൊത്തം ബ്രെഡ് അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് അധികം ആക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അത്യാവശ്യം വേണം. ബ്രെഡ് നല്ലോണം ഒന്ന് ഫ്രൈ ആവുന്ന പോലെ ആവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ഈ ഒരു കളറാവുമ്പോൾ, ഡാർക്ക് ഗോൾഡൻ കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്യുക. ബ്രെഡ് കരിഞ്ഞു പോകാണ്ട് നോക്കിയാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ കളർ ചേഞ്ച് ആക്കി എടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കുറേ സമയം ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഓയിലും ബട്ടറിലും നല്ലോണം മുരിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തിട്ട് മാറ്റുക. ബാക്കി എനിക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ബ്രെഡെല്ലാം ഇങ്ങനെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 പാക്കറ്റ് പാലൊഴിക്കുന്നുണ്ട്. 500 ml 2 പാക്കറ്റ്, ടോട്ടൽ 1 ലിറ്റർ പാലിനാണ് ഞാനിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് പാൽ ചൂടായി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കുക. ഞാനിപ്പോൾ 1 ലിറ്റർ പാലെടുത്ത് തരാം 400 ഗ്രാമിൻ്റെ ഒരു ഫുൾ ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ മധുരം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ ടിൻ ഒഴിക്കാണ്ട് ഹാഫ് ടിൻ കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരം നോക്കിയിട്ട് പഞ്ചസാരയും ആഡ് ആക്കുക. ഞാനിപ്പോൾ മൊത്തം കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാൻ കാരണം ഇതാവുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പുഡിങ് കുറച്ചും കൂടി തിക്കാവും ടേസ്റ്റ് ആവുകയും ചെയ്യുക. ഇങ്ങനെയാണ്. അപ്പോൾ 1 ലിറ്റർ പാലിന് ഈ ഒരു ഫുൾ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം കുറയ്ക്കണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. നിങ്ങൾ ടേസ്റ്റ് പോലെ നോക്കിയിട്ട് ചെയ്തോ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഹാഫ് പഞ്ചസാരയും ഹാഫ് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പാലടുത്ത് തിളച്ച് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിന്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇതും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ കട്ടയില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിൽ ഇതേപോലെ പച്ചവെള്ളമോ അല്ലെങ്കിൽ പാലോ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതി. ചൂട് പാൽ എടുക്കാൻ പാടില്ല, അങ്ങനെ ആകുമ്പോൾ മിക്സായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ചൂടില്ലാത്ത പാലോ വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ
പെട്ടെന്ന് ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഈ കസ്റ്റർഡ് പൗഡർ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ടയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു മിനിറ്റ് 2 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ തിക്കായി വരും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ കുറേ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി തിളച്ച പാലാണ്. ഈ കസ്റ്റർഡ് പൗഡർ പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചൂടായ മാത്രം മതി. എന്നിട്ട് ലാസ്റ്റ് ഞാനിലോട്ട് 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല, പക്ഷെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബട്ടർ ഇടുമ്പോൾ ലാസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. സാൾട്ടഡ് ബട്ടർ ആണെങ്കിലും അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിലും എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ ബട്ടർ ഇട്ടിട്ട് പിന്നെ കുറേ സമയം തിളപ്പിക്കാൻ പാടില്ല, ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ലാസ്റ്റ് ഇട്ടിട്ട് ആ ചെറിയ ചൂടിൽ തന്നെ അങ്ങ് മെൽട്ടായിക്കോളുമല്ലോ, തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഈ പാല് ചൂടോടെ തന്നെ സെറ്റ് ചെയ്യുക, ചൂടാറാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നട്ട്സ് എടുത്തിന്, ഏത് നട്ട്സ് ആയാലും എടുക്കുക, ഇഷ്ടമുള്ളത് ഏതായാലും എടുക്കുക. ഇനിയിപ്പോൾ ഫസ്റ്റ് ഈ പുഡിങ്ങിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ബ്രെഡ് വെക്കാം. ഇതിപ്പോൾ നമ്മളെടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് 1, 2, 3 ലെയറായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ബ്രെഡ് അധികം വിടാണ്ട് ഇതുപോലെ അത്യാവശ്യം ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ. കാര്യം നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഭയങ്കര കട്ടിയാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ 1 ലിറ്ററിന് 3 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ മാത്രമേ എടുക്കണ്ടൂ കേട്ടോ. അധികം തിക്കായി കഴിഞ്ഞാൽ ബ്രെഡിലോട്ട് അബ്സോർബ് ആവില്ല, അന്നേരം എന്താ പറയുക, പുഡിങ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു തിക്നെസ് മാത്രം മതി കേട്ടോ. എന്നാൽ ഭയങ്കര ലൂസായാൽ പുഡിങ്ങും നല്ല ലൂസായി പോവും. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും അതിൻ്റെ ഇടയിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം നട്ട്സ് ഇട്ടാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ 3 നട്ട്സും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയർ ബ്രെഡ് വെക്കാം. പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. ഈ കസ്റ്റർഡ് മിക്സിൻ്റെ കൂടെ മാംഗോ, നല്ല മധുരമുള്ള മാംഗോ പീസസ് നല്ല മാച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ, ഇപ്പം ഞാൻ ഡ്രൈ നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തേ. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക, അതും നല്ല രസം ഉണ്ടാവും. ഫിഗും അല്ലെങ്കിൽ ഡേറ്റ്സ് ഏതായാലും രസം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ സെറ്റായി. ഇതിപ്പോൾ ഇങ്ങനെ ലൂസിലുണ്ടാവുക. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും, മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചാലേ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പുഡിങ് പറയാൻ പറ്റില്ല, ഇതൊരു ബ്രെഡ് മലായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ക്രീമായാലും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് വേണ്ട പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറെല്ലാം ഉണ്ടാവുക, ഇതേപോലെയാണ് ഇത് കിട്ടുക. ഭയങ്കര തിക്കായാലും ഇത് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.